ഭയങ്കരമായിട്ട് നൊസ്റ്റു ഫീൽ ഉണ്ടായിരിക്കുന്നതാണ്. അല്ല അങ്ങനെ വരുന്നില്ല എന്നുണ്ടോ? എന്നൊന്ന് കൊണ്ടുപോയി നോക്കട്ടെ. ശ്രമിച്ചു നോക്കാന്നുള്ളൂ കേട്ടോ. ശ്രമിച്ചു നോക്കുമ്പോൾ ഒപ്പം വരാൻ റെഡി ആവുകയാണെങ്കിൽ, അതിൻ്റെ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ എന്നോടൊന്ന് കമൻറ്റിൽ പറയണേ. നമ്മുടെ സ്കൂളിലൊക്കെ ഉച്ചയ്ക്ക് നമ്മളൊക്കെ ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്നൊരു കാര്യം എന്താ? അതന്നെ ബെല്ലടിക്കുന്നത്. ആ ബെല്ലടിക്കുന്ന സമയത്ത് നമുക്കറിയാലോ, ഇലപ്പൊതിക്കുള്ളിലും ചുറ്റുപാത്രത്തിനുള്ളിലൊക്കെ ആഹാ, അതിങ്ങനെ നമ്മളിങ്ങനെ ബെഞ്ചിൽ നമ്മുടെ കൂട്ടുകാരൊപ്പം ഇങ്ങനെ ഇരിക്കണം. ചിലരിങ്ങനെ ചുറ്റുപാത്രം ഇങ്ങനെ ടിക് 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 തട്ടുന്നു. തുറക്കാൻ കിട്ടാതെ പതുക്കെ തുറക്ക്. ആ തുറന്ന് ഒരു സ്മെല്ല്. അപ്പുറത്തത്തെ ഇല വാട്ടിയെന്ന്. ആ ഇല വാട്ടിയ ഇല ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ പൊതി കഴിച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചോറും മോരും നല്ല പച്ചമുളകും ഇട്ടിട്ട് ഇങ്ങനെ ഒടച്ച ചോറ്, അതിൻ്റെ മുകളിൽ നല്ല കടല ഉപ്പേരി, അപ്പുറത്തൊന്നും കൂടി ഒന്ന് നോക്കിയോട്ടെ, നല്ല നെല്ലിക്ക അച്ചാർ, ഒരു ഓംലേറ്റ്, അപ്പുറത്ത് ചീര ഉപ്പേരി, അപ്പുറത്തെ ആളുടെ പാത്രത്തിൽ പിങ്കി 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 ചോറായിട്ടായിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ മാങ്ങ ഇഞ്ചി കൊണ്ടുള്ള അച്ചാർ. എന്തൊരു ടേസ്റ്റാണെന്നറിയോ അത്. കുറച്ച് അത് അങ്ങനെ നമ്മുടെ പ്ലേറ്റ് വെക്കണ സമയത്ത്, അതായത് നമ്മുടെ ചോറ്റും പാത്രത്തിൻ്റെ ആ ചെറിയ അടപ്പിൻ്റെ ഉള്ളിൽ അതിങ്ങനെ വിഭവ സമൃദ്ധമാവുന്നൊരു കാലം. എല്ലാവരുടെയും നമ്മുടെ ഫേവറേറ്റ് ആൾക്കാരുടെ വിഭവം. എൻ്റെ കോളേജിലൊരു ഫ്രണ്ട്, അവളെപ്പോഴും കൂണ് കറി കൊണ്ടുവരുമായിരുന്നു. കൂണ് കൃഷി ഉണ്ടായിരുന്നു അതിനുണ്ട്. അപ്പോൾ കൂണ് കൃഷിയുടെ അതും കൂടി കൂണും കൂടി വെച്ചു. ആ അതെന്താ? മാങ്ങാക്കറി. അമ്മയിട്ട് മാങ്ങാക്കറി അല്ലേ? മാങ്ങാ ചമ്മന്തി നിൻ്റെ അല്ലേ? അതെനിക്കറിയാം, തേങ്ങയും മാങ്ങയും കൂടി ചേർത്തരച്ചതല്ലേ. അതും കൂടി കുറച്ച് വെക്കടാ പ്ലീസ്. ഓക്കെ. അടപ്പ് തുറന്നേ. കുഞ്ഞു പപ്പടപ്പൊട്ടുകളുണ്ടല്ലോ, അതൊന്നും സാരമില്ല, പൊട്ടിപ്പോയാലും കുഴപ്പമില്ല, അതിട്ടു. നമുക്കിനി കഴിക്കാം. ഉരുളങ്ങോട്ട് ഉരുട്ടി ഇങ്ങനെ കയ്യിലിങ്ങനെ വയ്ക്കുമ്പോൾ എന്താ അതിൻ്റെ ഒരു സ്മെല്ലും. അങ്ങോട്ട് വായിലേക്ക് വയ്ക്കാം. കളയാതെ കഴിക്കണം. വിരൽ കടിക്കരുത്. അപ്പോഴേ എങ്ങനെ നോട് കഴിക്കല്ലേ? അടിപൊളിയായിട്ടൊരു നൊസ്റ്റു.